നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. FC ചാമ്പ്യൻസ് ലീഗിൽ അൽ നസർ ഇന്നലെ അവരുടെ ആദ്യ വിജയം സ്വന്തമാക്കി. സ്റ്റെഫാനോ പിയോളിയുടെ കീഴില് അൽ റയാനെതിരെ 2-1 അൽ നസർ വിജയിച്ചു കയറുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കിടിലൻ ഗോൾ നേടുകയുണ്ടായി. ഒരു കിടിലൻ ബുള്ളറ്റ് ഷോട്ടിലൂടെയാണ് അൽ റയാനിന്റെ വലയിലേക്ക് അദ്ദേഹം പന്തെത്തിച്ചത്. ഏതായാലും മത്സരത്തിലെ പ്രകടനം കണക്കിലെടുത്ത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഒഫീഷ്യലി AFC ചാമ്പ്യൻസ് ലീഗ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ്. മിന്നും പ്രകടനമാണ് താരം നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ 90 മിനിറ്റ് കളിച്ചിട്ടൊരു ഗോൾ അദ്ദേഹം നേടി. 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു, 2 ഓഫ് ടാർഗറ്റ് ഷോട്ടുകളും 2 ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. മികച്ച പ്രകടനം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു. ഒരു ഡ്രിബിളിംഗ് അറ്റംപ്റ്റ് അത് സക്സസ്ഫുൾ ആയി. 32 ടച്ചുകൾ, 22 പാസുകൾ കൊടുത്തതിൽ 21 കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് 95% CR7 പാസിംഗ് ആക്യുറസി. ഒരു കീ പാസ് അദ്ദേഹം കൊടുക്കേണ്ടായി. 3 ലോങ് ബോളുകൾ കൊടുത്തു, 3ഉം കൃത്യമായി ലക്ഷ്യത്തിലേക്ക്. ഒരു ഗ്രൗണ്ട് ഡ്യൂവൽ അത് വിൻ ചെയ്തു. അങ്ങനെ മിന്നും പ്രകടനമാണ് CR7 നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ഇപ്പോൾ sofascore.com നൽകുന്ന റേറ്റിംഗ് 7.2 ആണ്. ഏതായാലും CR7 മികച്ച രൂപത്തിൽ കളിക്കുന്നു എന്നുള്ളത് സ്റ്റെഫാനോ പിയോളിക്കും സംഘത്തിനും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ആദ്യ മത്സരത്തിൽ അൽ ഷോർത്തയോട് സമനിലയിൽ പിരിഞ്ഞ അൽ നസർ ഇതാ രണ്ടാം കളിയിൽ വിജയിച്ച് 4 പോയിന്റുമായിട്ട് AFC ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു പോയിന്റ് പട്ടികയിൽ, അതായത് ഗ്രൂപ്പ് ബി എന്ന് പറയാം, ഇത് 2 ഭാഗമായിട്ടാണ് നടത്തുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇപ്പോ പോയിന്റ് പട്ടികയിൽ 2 കളികളിൽ 4 പോയിന്റോടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.